നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ വഴിപാടായി നൽകിയ സ്വർണത്തിൽ 255.83 ഗ്രാം കുറവ് കണ്ടെത്തിയതായി സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ട്. 2020-21 വർഷത്തിലെ രജിസ്റ്ററുകൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പരിശോധിച്ചപ്പോഴാണ് 255 ഗ്രാം സ്വർണം കാണാതായ വിവരം പുറത്തുവരുന്നത്. കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ കൊള്ളയടിച്ച ആളെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കിയത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഭക്തജനങ്ങൾ അയ്യപ്പന് വഴിപാടായി സമർപ്പിച്ച കാഴ്ച സ്വർണം തട്ടിയെടുത്തതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നും തിരുവഞ്ചൂർ. പട്ടയമുള്ളവരെ കയ്യേറ്റക്കാരാക്കിയ വനംവകുപ്പ് പട്ടിക മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായും ചർച്ച ചെയ്യുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും താൻ നിയമസഭയിൽ പറഞ്ഞത് ഔദ്യോഗിക രേഖകളിലെ കണക്കാണെന്നും വനമന്ത്രി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ വഴിപാടായി നൽകിയ സ്വർണത്തിൽ 255.83 ഗ്രാം കുറവ് കണ്ടെത്തിയതായി സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ട്. 2020-21 വർഷത്തിലെ രജിസ്റ്ററുകൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പരിശോധിച്ചപ്പോഴാണ് 255 ഗ്രാം സ്വർണം കാണാതായത് കണ്ടെത്തിയത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ സ്വർണം, വെള്ളി ഉൾപ്പെടെയുള്ള ഉരുപ്പടികൾ വഴിപാടായി നൽകാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന ആഭരണങ്ങൾ ആദ്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും അതിനുശേഷം പൊതിഞ്ഞ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയുമാണ് പതിവ്. ആകെ 199 സ്വർണ്ണ പൊതികളാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്ന സ്വർണത്തിൻ്റെ ആകെ അളവ് 3247.9 ഗ്രാം ആയിരുന്നു. എന്നാൽ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തിയപ്പോൾ 2992.07 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കണക്കിലെ വ്യത്യാസപ്രകാരം 255.83 ഗ്രാമിൻ്റെ കുറവാണ് ഓഡിറ്റ് വിഭാഗം സ്ഥിരീകരിച്ചത്. ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരണം നൽകിയിട്ടില്ല. സ്വർണം കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻ ഓഡിറ്റ് വിഭാഗം ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടിയിരുന്നു. ഒരു തരത്തിലുള്ള വിശദീകരണവും ദേവസ്വം ബോർഡ് ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ കൊള്ളയടിച്ച ആളെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കിയത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വൈക്കം ദേവസ്വം കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്തജനങ്ങൾ അയ്യപ്പന് വഴിപാടായി സമർപ്പിച്ച കാഴ്ച സ്വർണം തട്ടിയെടുത്തതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷണം നടത്തുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കം സത്യഗ്രഹ സ്മാരകത്തിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച ബഹുജന മാർച്ചിന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും ബ്ലോക്ക് പ്രസിഡന്റുമാരായ PD ഉണ്ണിയും MK ഷിബുവും മറ്റ് കോൺഗ്രസ് നേതാക്കളും നേതൃത്വം നൽകി. കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ബഹുജന മാർച്ചിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. KPCC നേതാവ് മോഹൻ D. ബാബു, DCC സെക്രട്ടറിമാരായ അബ്ദുൽ സലാം റാവുത്തർ, അഡ്വക്കേറ്റ് A. സനീഷ് കുമാർ, PV പ്രസാദ്, ജയ് ജോൺ പേരയിൽ, UDF കൺവീനർ B. അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്ന 250ഓളം പവൻ സ്വർണം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾ കൊടുത്തിട്ടുള്ള നേർച്ച വസ്തു പൊതിഞ്ഞ് കെട്ടി ഇവിടെ വെച്ചിപ്പോൾ പൊതിക്കെട്ട് മാത്രമേ ഉള്ളൂ. അകത്തിരുന്നൊക്കെ ഈ പോയി. സ്വർണം ചെമ്പാക്കാൻ നല്ല തന്ത്രശാലികളായിട്ടുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാണ്. ശബരിമല സന്നിധാനത്തിൽ മുരാരി ബാബു എത്തുന്നതിന് മുമ്പ് ഇവിടെയും മുരാരി ബാബു കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ 7 പൊന്നാന പുറത്തെടുക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രം പ്രയോഗിച്ചു. സാധാരണ 7 പൊന്നാന എഴുന്നള്ളിപ്പിന് ശേഷം അത് ക്ഷേത്രത്തിനകത്ത് കയറ്റിയാൽ
പിറ്റേ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് മാത്രമേ ഈ 7.5 പൊന്നാന പുറത്തുവിട്ടുള്ളൂ. പട്ടയമുള്ളവരെ കയ്യേറ്റക്കാരാക്കിയ വനം വകുപ്പ് പട്ടിക മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. താൻ നിയമസഭയിൽ പറഞ്ഞത് ഔദ്യോഗിക രേഖകളിലെ കണക്കാണ്. 2 രീതിയിലുള്ള സമീപനം പാടില്ല. തീവ്രയജ്ഞ പരിപാടിയിലൂടെ ഇത്തരം പരാതികൾ കേൾക്കുമെന്നും AK ശശീന്ദ്രൻ ചെറുതോണിയിൽ പറഞ്ഞു. പല മേഖലയിലും കാണുന്നത് ഈ ആഴത്തിൽ പരിശോധന നടത്തുമ്പോൾ നിസ്സാരമായ ചില കാരണങ്ങളാൽ കുറേ വിഭാഗം ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടാതാകുന്നുണ്ട്. അതിന് ആണ് ഞങ്ങളൊരു തീവ്രയത്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, വനമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുണ്ട്, വനസംരക്ഷണ സമിതി തുടങ്ങിയ പിന്നെ അവിടുത്തെ ആദിവാസി സമൂഹം, ഇവരൊക്കെ ആയിട്ടുള്ള ആശയവിനിമയമാണ് നമ്മൾ നടത്തുന്നത്. ഓരോ പഞ്ചായത്തിലും പ്രത്യേക പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങൾ വനം വകുപ്പ് മാത്രമായിട്ട് തീർക്കേണ്ടതായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പട്ടയമായിട്ട് ബന്ധപ്പെട്ട് പട്ടയം കിട്ടിയെങ്കിലും അവരിപ്പോഴും കുടിയേറ്റക്കാരായിട്ടാണ് കാണുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ? കയ്യേറ്റക്കാരായിട്ടാണ് കാണുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞ വിഷയം. ആ വിഷയത്തെ പറ്റി അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ പട്ടയം ലഭിക്കുക കയ്യേറ്റക്കാരാണ്. അത് ഒരു രണ്ട് സമീപനമാണ്. ആ ഒരു ഗവൺമെൻറ്റിന് പറ്റുന്നതല്ല, രണ്ടിലൊന്നാകണം. ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ ഇടുക്കിയിൽ നിർമ്മാണ നിരോധനം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് CPIM ചെയ്തിട്ടുള്ളതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഇടുക്കിയിലെ മന്ത്രിയെ അഭിവാദ്യം അർപ്പിച്ച് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലം ഇടുക്കി ജനതയോട് എന്ത് നീതി കാണിച്ചു എന്ന് മന്ത്രി പറയാൻ തയ്യാറാകണമെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസും ഷോൺ ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു പ്രതിഭാസമായി ഇടുക്കി ജനതയെ, കുടിയേറ്റ കർഷകരെ CPM വഞ്ചിക്കുകയാണ്. എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഭൂപതിവ് ഭേദഗതി. അതിലൂടെ യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് സർക്കാർ ചെയ്തത്. 2024 വരെയുള്ള നിർമ്മാണങ്ങൾക്ക്, വീടൊഴികെയുള്ള നിർമ്മാണങ്ങൾക്ക് മുഴുവൻ വസ്തുവിൻ്റെ പൊന്നും വിലയുടെ ശതമാനം അടക്കേണ്ട ഗതികേട്. 2024 ഡിസംബർ 24 ശേഷമുള്ള മുഴുവൻ വസ്തുക്കൾക്കും ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി മേടിക്കുന്ന സാഹചര്യമാണ്. ഇത് ഇടുക്കിയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയും ഭൂമിയുടെ വിലയും അപ്പാടെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇടുക്കിയിൽ ഭൂമി വാങ്ങിക്കാൻ ആളുകൾ തയ്യാറല്ല. ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ ആഘാതം ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയോ ചെയ്തു എന്ന് സ്ഥാപിക്കുകയും അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തൊഴിച്ചാൽ ഇടുക്കിയിലെ കുടിയേറ്റ കർഷകന് വേണ്ടി ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന പിണറായി സർക്കാർ, ഈ സംസ്ഥാനത്തെ 9 വർഷക്കാലമായി ഭരിക്കുന്ന പിണറായി സർക്കാരും അവിടെ ഇടുക്കിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ കഴിഞ്ഞ 9 വർഷക്കാലം ഇവർ എന്ത് നീതിയാണ് ഈ ജനങ്ങളോട് ചെയ്തതെന്ന് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുറിച്ചി യൂണിറ്റ് കുടുംബമേള സാഹിത്യകാരൻ രാജേഷ് K. പുതുമന ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് B. സോമശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PS. കൃഷ്ണൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി VR. വിജയകുമാർ, സാംസ്കാരിക വേദി ബ്ലോക്ക് കൺവീനർ സുകുമാരൻ നെല്ലിശ്ശേരി, MB. വത്സമ്മ, K. സരോജിനി, PN. ബാബു, AK. പ്രകാശ് കുമാർ, ഷാജൻ തോമസ്, MR. വസന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിത സായാഹ്നം എങ്ങനെ മനോഹരമാക്കാമെന്ന വിഷയത്തിൽ മുൻ ഹയർ സെക്കൻഡറി അധ്യാപിക CK. സദീഭായി ക്ലാസ് നയിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 75 വയസ്സ് കഴിഞ്ഞവരെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു വിദ്യാലയത്തിലെ അന്നത്തെ ഏറ്റവും വലിയ അധ്യാപകൻ ചെരുപ്പിടുന്ന സ്ഥാനമാണ്. വാച്ച് കെട്ടുന്ന ഹെഡ്മാസ്റ്ററോട് അത്ഭുതമായിരുന്നു. ഇങ്ങനെയെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആർഭാടമെന്ന വാക്കിനെ ജീവിതചര്യയോട് ചേർത്തു വെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയും അവർക്ക് കാവലായും ത്യജിച്ചും ജീവിച്ചു വന്ന ഒരു സമൂഹമാണ് 55-56 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. വൃദ്ധരെന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടു പലതുമ്പോൾ കിട്ടുന്നത് വൃദ്ധിയിലെത്തിയവനെന്നാണ്, തലമുടി നരച്ചവനെന്നല്ല. വൃദ്ധിയിലെത്തിയവനാണ് വൃദ്ധൻ. ജീവിതത്തിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞു.
വാർത്തകളുടെ നിജസ്ഥിതി അപഗ്രഥിച്ച് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ തിരുവല്ല നിരണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർക്കായി സംഘടിപ്പിച്ച സെമിനാറിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്തുശ്ശേരി ക്ലാസ് നയിച്ചു. സത്യാനന്തര കാലഘട്ടത്തിൽ വാർത്തകളുടെ നിജസ്ഥിതി അപഗ്രഥിച്ച് തിരിച്ചറിയുക എന്നത് ദുഷ്കരമായ സാഹചര്യത്തിലാണ് സത്യമേവ ജയതേ എന്ന വിഷയത്തിൽ വാർത്തകളുടെ നിജസ്ഥിതി അപഗ്രഥിച്ച് തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ തിരുവല്ല നിരണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ നടത്തിയത്. വിവരസാങ്കേതിക വിസ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വാർത്താ ബാഹുല്യത്തിൽ വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ തങ്ങളിലേക്കെത്തുന്ന വാർത്തകളിലെ വാസ്തവത്തെപ്പറ്റി അവബോധമുണ്ടാക്കാനും വ്യാജനിർമ്മിത വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തുവാനും അതുവഴി സാമൂഹികമായ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവും സെമിനാറിന് പിന്നിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ബെനു ഐപ്പ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അവരവരുടെ രീതിക്ക് അനുസരിച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർത്തയുടെയും പിന്നിലെ സത്യം എന്താണ്, അങ്ങനെ സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ്, അത് സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുമോ അല്ലെങ്കിൽ പെടുകയില്ലാത്ത ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്, ഇങ്ങനെ വിവിധമായ തരത്തിലുള്ള പല കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്ന് അദ്ദേഹം. അധ്യാപിക എസ് രാധിക അധ്യക്ഷയായിരുന്നു. ന്യൂസ് ചാനലുകളിലും അല്ലാത്തുള്ള മാധ്യമങ്ങളിലൂടെയും എല്ലാം ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ ഒരുപാട് സൈബർ അറ്റാക്കിന് ഇരയാവുന്ന അല്ലെങ്കിൽ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഇരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളവരോ വീട്ടിലുള്ളവരോ കൂട്ടുകാരോ പോലും ചെറുതും വലുതുമായിട്ടുള്ള ഒരു ഹരാസ്മെന്റിന് ഇരയാകുകയായിരിക്കും. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്തുശ്ശേരി സെമിനാറിൽ ക്ലാസ് നയിച്ചു. വാർത്തകളിൽ സത്യസന്ധതയും അറിവും കള്ളവാർത്ത സൃഷ്ടിക്കുന്നതുകൊണ്ട് അല്ലാതെ വന്നു പോകും, തെറ്റുകളിലൂടെ വന്നു പോകുന്ന വാർത്തകളുടെ ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വാർത്തയും അന്ധമായി വിശ്വസിക്കരുത്. അന്ധമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ആ വാർത്തയുടെ ഉള്ളപ്പെട്ട് മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് നവമാധ്യമങ്ങളുണ്ട്, നിങ്ങളുടെ ഫോണുണ്ട്, ഒരു ഫോണിലൂടെ എനിക്ക് സത്യസന്ധത മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എഴുതുന്ന രീതിയിലായിരിക്കില്ല പക്ഷെ നിങ്ങൾ എഴുതുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾക്ക്. അതൊരു വാർത്തകളും ഓരോ രീതിയിലും ശൈലിയിലും ആ മാധ്യമപ്രവർത്തകനെ ആശ്രയിച്ചിരിക്കും ആ വാർത്തകൾ വരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഇടുക്കി മേലെച്ചിന്നാറിലെ കുട്ടി കർഷകർ കാർഷിക രംഗത്തും പഠന മികവിലും കരുത്ത് തെളിയിക്കുകയാണ്. വള്ളിയാന്തടത്തിൽ സാജൻ്റെയും ബിന്ദുവിൻ്റെയും മക്കളാണ് കാർഷിക പ്രവർത്തനങ്ങളിൽ കരുത്ത് തെളിയിക്കുന്നത്. കൃഷിയിൽ നിന്നും പുതിയ തലമുറ പിന്മാറുമ്പോൾ ഇടുക്കി മേലെച്ചിന്നാർ വള്ളിയാന്തടത്തിൽ ക്രിസ്റ്റോയും ജോർജിനും കാർഷിക രംഗത്തും പഠനരംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര തെളിയിക്കുകയാണ്. കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃക തുടരുകയാണ് ഈ കുട്ടികൾ. നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ മാതാപിതാക്കളും മക്കളും അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. നിരവധി പച്ചക്കറികളാണ് ഈ കുട്ടികൾ പരിപാലിക്കുന്നത്. പയർ, പച്ചമുളക്, വെള്ളരി, വഴുതന, തക്കാളി, ഇഞ്ചി എന്നിവയെല്ലാം ഈ കുട്ടികൾ പരിപാലിക്കുന്നു. ക്രിസ്റ്റോ തോമസ് സാജൻ, ഇതെൻ്റെ അനിയൻ ജോർജ് സാജൻ. ഞങ്ങൾ ഹോളിക്രോസ് നെടുങ്കണ്ട സ്കൂളിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യമുണ്ട്, അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മാസിൻ്റെ ഇതിൻ്റെ കുട്ടി കർഷകൻ്റെ അവാർഡ് കിട്ടിയിരുന്നു. പച്ചക്കറി, പയർ, മുളക്, തക്കാളി, വെള്ളരി. കാലി വളർത്തലിലും ഇവർ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി കാർഷിക രംഗത്ത് ഇവർ സജീവമാണ്. കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നുവരുന്നത് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ പകരുകയാണ്. നെടുങ്കണ്ടം ഹോളിക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജിനും. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കറുകച്ചാൽ ചമ്പക്കര മ്യൂസിക് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ ജന്മവാർഷികം ആചരിച്ചു. ദേവരാഗങ്ങൾ എന്ന ശീർഷകത്തിൽ കറുകച്ചാൽ പെൻഷൻ ഭവനിൽ നടന്ന സംഗീത സായാഹ്നം മലയാള സിനിമയിൽ 3 പതിറ്റാണ്ടോളം ദേവരാഗങ്ങളുടെ ഒരു തേരോട്ടം നടത്തിയ ദേവരാജൻ മാസ്റ്റർക്കുള്ള സംഗീത ആദരമായി. കൊടുക്കാൻ വെള്ള
അർത്ഥമറിഞ്ഞുള്ള സ്വരസഞ്ചാരത്തിലൂടെ പാട്ടിന്റെ ആത്മാവിനെ കേൾവിക്കാരിലേക്ക് എത്തിച്ച ദേവരാജൻ മാസ്റ്ററുടെ 98ാം ജന്മവാർഷികമായിരുന്നു സെപ്റ്റംബർ 27-ന്. മലയാള സിനിമയിൽ 3 പതിറ്റാണ്ടോളം ദേവരാഗങ്ങളുടെ ഒരു തേരോട്ടം തന്നെ സൃഷ്ടിച്ച് മലയാളികൾക്ക് എന്നേക്കും ആസ്വദിക്കാനും പഠിക്കാനും ആവോളം ബാക്കി വെച്ചിട്ടായിരുന്നു ആ ശ്രേഷ്ഠ ജീവിതം അവസാനിച്ചത്. ചമ്പക്കര മ്യൂസിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേവരാജൻ മാസ്റ്ററുടെ ജന്മവാർഷികാചരണം അദ്ദേഹത്തിനുള്ള സംഗീതാദരമായി. വല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിൻ താരാപദത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ ദേവരാഗങ്ങൾ എന്ന ശീർഷകത്തിൽ കറുകച്ചാൽ പെൻഷൻ ഭവനിൽ നടന്ന സംഗീത സായാഹ്നം ചങ്ങനാശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും ചമ്പക്കര മ്യൂസിക് ക്ലബ്ബ് ഡയറക്ടറുമായ ജോസ് ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് പുതുവസന്തം തീർത്ത ഈണങ്ങളുടെ ജനകീയ ശില്പി ജി ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ കൊണ്ടൊരു മാലിക തീർത്തു ചമ്പക്കര മ്യൂസിക് ക്ലബ്ബിലെ ഗായകർ. പ്രിയ മാനസപുത്രികൾ ഇടം വരം നിൽക്കും തേരിൽ സൗരയുധങ്ങളിൽ 1000 പാദസരങ്ങൾ പുഴ പിന്നെയും ഒഴുകി രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലച്ച തുലഞ്ഞ നേരം ചന്ദ്രലേഖയോരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ ശ്രാവണ ചന്ദ്രിക പൂജൂരിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലഗ്നി വിടരും ചോടികൾ തങ്കച്ചൻ മാമൂട്, പ്രദീപ് വെട്ടത്തുകവല, ഉഷ വിജയൻ, യമുന വിനോദ്, രാജേഷ്, ജോസ് ചമ്പക്കര, ഷാജി മല്ലപ്പള്ളി, സിബിച്ചൻ നാലുകോടി, ജിജോ കൂത്രപ്പള്ളി, അശ്വതി മംഗലം കുന്നേൽ, MH ഷെറീഫ്, ജോർജ് കുട്ടി, അജിമോൻ തോട്ടയ്ക്കാട്, ശ്യാമ നെടുമറ്റം, സജിത് മോഹൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകനേ മന്ദസ്മിതമാ വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വീണ്ടും അടുക്കാതിരുന്നെങ്കിൽ ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകളെക്കുറിച്ചുള്ള ചോദ്യോത്തര പരിപാടിയിൽ ശ്യാമ നെടുമറ്റം സമ്മാനാർഹയായി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. മുണ്ടക്കയം പൈങ്ങന പാലത്തിൻ്റെ തൂണിൽ പടർന്നു പന്തലിച്ച് ഭീമൻ മരം. പാലത്തിന് ബലക്ഷയമാകുമോ എന്ന് ആശങ്ക. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ മുണ്ടക്കയം പൈങ്ങന പാലത്തിൻ്റെ തൂണുകളിലാണ് മരം വളർന്നു നിൽക്കുന്നത്. പാലത്തിൻ്റെ തൂണിൻ്റെ കൽക്കട്ടുകൾക്കിടയിലേക്ക് മരത്തിൻ്റെ വേര് വളർന്നിറങ്ങിയിരിക്കുന്നത് പാലത്തിൻ്റെ ബലക്ഷയത്തിന് ഇടയാക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദേശീയപാതയിൽ നിർമ്മിച്ച ഈ പാലത്തിൻ്റെ കൽക്കെട്ടിൻ്റെ അടിവശത്തിന് കാലപ്പഴക്കത്താൽ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാലത്തിൻ്റെ തൂണിൽ മരം കൂടി വളർന്നു നിൽക്കുന്നത് ബലക്ഷയത്തിന് ഇടയാക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. പാലത്തിൻ്റെ തൂണിൻ്റെ താഴ്ഭാഗത്തു നിന്നും വളർന്നു നിൽക്കുന്ന മരം
ദേശീയപാതയുടെ മുകൾ വരെ ഉയർന്നു നിൽക്കുകയാണ്. കൂടാതെ റോഡിൽ പാലത്തിൻ്റെ ഇരുവശവും കാട് മൂടിക്കിടക്കുന്നത് കാൽനട യാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നു. അടിയന്തരമായി പാലത്തിൻ്റെ തൂണുകൾക്ക് ബലക്ഷയമാകും വിധം വളർന്നു നിൽക്കുന്ന മരം വെട്ടിമാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ബ്രഹ്മശ്രീ പള്ളിപ്പാട് ശിവദാസൻ സ്വാമികളായിരുന്നു യജ്ഞാചാര്യൻ. മല്ലപ്പള്ളി ആനിക്കാട്ടിലമ്മ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ബ്രഹ്മശ്രീ പള്ളിപ്പാട് ശിവദാസൻ സ്വാമികളായിരുന്നു യജ്ഞാചാര്യൻ. ആയാപറമ്പ് ജയചന്ദ്രൻ, പട്ടാഴി അനിൽ, വടക്കടത്തുകാവ് രാജേഷ് എന്നിവർ യജ്ഞപൗരാണികരായിരുന്നു. സമാപന ദിവസം രാവിലെ സ്വധാമ പ്രാപ്തി, മാർക്കണ്ഡേയ ചരിതം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്തു. തുടർന്ന് അവഭൃത സ്നാനഘോഷയാത്രയോടെ യജ്ഞം സമർപ്പിച്ചു. യജ്ഞപ്രസാദ വിതരണം, ആചാര്യദക്ഷിണ, മഹാപ്രസാദമൂട്ട് എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെയും മേൽശാന്തി ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കളഭാഭിഷേകം നടന്നു. ദേവസ്വം രക്ഷാധികാരി ആർ സുരേഷ് കുമാർ ചെറുകര, പ്രസിഡന്റ് രാജേഷ് എ വി, സെക്രട്ടറി സുനിൽകുമാർ NT എന്നിവർ സപ്താഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്കും ആദരവുമായി ചങ്ങനാശ്ശേരി ഡോക്ടർ സക്കീർ ഹുസൈൻ മെമ്മോറിയൽ ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിലെ കുട്ടികൾ. കുട്ടികളിൽ നീതിബോധവും സഹജീവികളോടുള്ള സ്നേഹവും വർദ്ധിക്കുന്നതിന് സമൂഹത്തിന് സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുന്നത് ഏറെ ഉത്തമമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ശരണ്യ ജി നായർ പറഞ്ഞു. കുട്ടികൾ ആശംസാ കാർഡുകളും കേക്കുകളും നൽകിയാണ് ആദരം അറിയിച്ചത്. കുട്ടികളുടെ ഈ പ്രവൃത്തി സന്തോഷം ഉളവാക്കുന്നതാണെന്നും കുട്ടികൾ കൂടുതൽ കർത്തവ്യബോധമുള്ളവരായി വളരാൻ ഇത് അനിവാര്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളുടെ വക ചെറിയൊരു സന്തോഷം. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.